നമസ്കാരം. ചരിത്രം അത് എഴുതുകയോ സൃഷ്ടിക്കുകയോ വേണം. അത്തരത്തിലൊരു ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ഇന്ത്യ. ഇന്നത്തെ കാലഘട്ടത്തിൽ കയ്യിലിരിക്കുന്ന മൊബൈലുകളിൽ ഇന്റർനെറ്റ് ഇല്ലാത്ത അവസ്ഥ ചിന്തിക്കുവാനോ സങ്കല്പിക്കുവാനോ സാധിക്കില്ല. ഈ അവസരത്തിലാണ് പൊതുചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് നിന്നും നേരിട്ട് സാധാരണ സ്മാർട്ട് ഫോണിലേക്ക് ബ്രോഡ്ബാൻഡ് എത്തിക്കുക എന്നതാണ് ദൗത്യം. ഈ ദൗത്യവുമായി എത്തിയ ബാഹുബലി റോക്കറ്റിന് അഭിനന്ദനവുമായി എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയുടെ അതിശക്തമായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 LVM-3 അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ASD സ്പേസ് മൊബൈലിന്റെ ഉപഗ്രഹം വിക്ഷേപിച്ചു. പ്രത്യേക ഉപകരണങ്ങളൊന്നുമില്ലാതെ ബഹിരാകാശത്തു നിന്നും നേരിട്ട് സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്ക് ബ്രോഡ്ബാൻഡ് എത്തിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ISROയുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ LVM-3 ബ്ലൂബേർഡ് 6 ഉപഗ്രഹത്തെ 16 മിനിറ്റ് കൊണ്ട് ഭൂമിയിൽ നിന്നും 520 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിക്കും. എത്തിയാലുടൻ 223 ചതുരശ്ര മീറ്റർ നീളമുള്ള ആന്റിനകൾ വിടർത്തും. ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചത്. ഇതോടെ വലിയ വാണിജ്യ വാർത്താവിനിമയ ഉപഗ്രഹണമെന്ന ഖ്യാതി ബ്ലൂബേർഡ് സ്വന്തമാക്കും. 61,000 കിലോയാണ് ബ്ലൂബേർഡ് 6 എന്ന ഉപഗ്രഹത്തിന്റെ ഭാരം. നേരത്തെ 4,400 കിലോ ഭാരമുള്ള ഉപഗ്രഹം നവംബർ 2-ന് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചിരുന്നു. 2 മാസത്തിനിടെയുള്ള MVM-3യുടെ രണ്ടാമത്തെ വിക്ഷേപണമാണ് ഇത്. ഇത്രയും ചെറിയ ഇടവേളയിൽ LVM-3 ദൗത്യങ്ങൾ നടക്കുന്നത് ഇത് ആദ്യമായാണ്. ഏകദേശം 15 മിനിറ്റ് നീണ്ട യാത്രയ്ക്കു ശേഷം ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന ബഹിരാകാശ പേടകം വേർപിരിഞ്ഞ് ഏകദേശം 520 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിലെത്തുന്നു എന്നും ഇസ്രോ അറിയിച്ചു. ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും US ആസ്ഥാനമായുള്ള ASD സ്പേസ് മൊബൈലും തമ്മിൽ ഒപ്പുവെച്ച വാണിജ്യ കരാറിന്റെ ഭാഗമായിരുന്നു ഈ ദൗത്യം. ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിച്ച ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് USA ബഹിരാകാശ പേടകമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ഇത് ഇന്ത്യയുടെ ഹെവി ലിഫ്റ്റിംഗ് വിക്ഷേപണ ശേഷിയെ ശക്തിപ്പെടുത്തുകയും ആഗോള വാണിജ്യ വിക്ഷേപണ വിപണിയിൽ നമ്മുടെ വളരുന്ന പങ്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആത്മനിർഭർ ഭാരതിലേക്കുള്ള നമ്മുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണിത്. ഇന്ത്യയിലെ യുവാക്കളുടെ പിന്തുണയോടെ നമ്മുടെ ബഹിരാകാശ പദ്ധതി കൂടുതൽ പുരോഗമിക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. LVM-3 വിശ്വസനീയമായ ഹെവി ലിഫ്റ്റ് പ്രകടനം പ്രകടിപ്പിക്കുന്നതോടെ ഗഗയാൻ പോലുള്ള ഭാവി ദൗത്യങ്ങൾക്ക് അടിത്തറ ശക്തിപ്പെടുത്തുകയും വാണിജ്യ വിക്ഷേപണ സേവനങ്ങൾ വികസിപ്പിക്കുകയും ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വാശ്രയത്തിലേക്കുള്ള ഉത്തേജനം വരും തലമുറകൾക്ക് അത്ഭുതകരമാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു.